ഇന്ത്യ പാക് വെടിനിർത്തൽ വന്നതോടെ സുപ്രധാന തീരുമാനവുമായി എത്തിയിരിക്കുകയാണ് എയർപോർട്ട് അതോറിറ്റി. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നടത്തിയ ആക്രമണ ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ട 32 വിമാനത്താവളങ്ങളാണ് തുറന്നത്. തീരുമാനം വന്നതിന് പിന്നാലെ ചണ്ഡീഗഡ് വിമാനത്താവളം തുറന്നു. വിമാനത്താവളങ്ങൾ തുറന്ന് വാണിജ്യ വിമാന സർവീസുകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയിപ്പ്. 3 ദിവസത്തിനു ശേഷമാണ് വിമാനത്താവളങ്ങൾ തുറന്നത്. അതേസമയം അടച്ചിട്ട വിമാനത്താവളങ്ങളിൽ ജമ്മു, ശ്രീനഗർ വിമാനത്താവളങ്ങൾ തുറക്കാൻ വൈകുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ അധികൃതർ നേരത്തെ സമയം നീട്ടി ചോദിച്ചിരുന്നു. ഇരു വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം നാളെ പുനരാരംഭിക്കും എന്നുള്ള സൂചനകളുമുണ്ട്. മെയ് 15 വരെ വിമാനത്താവളങ്ങൾ അടച്ചിടാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വരികയും അതിർത്തി ശാന്തമായതായി സൈന്യം വിലയിരുത്തിയതോടെയുമാണ് വിമാനത്താവളങ്ങൾ തുറന്നത്. അടച്ച 25 വ്യോമപാതകളിലെയും അടച്ചിടാൻ നൽകിയ നോട്ടീസും പിൻവലിച്ചു. അന്താരാഷ്ട്ര വിമാന സർവീസുകളടക്കം വീണ്ടും തുടങ്ങും. ഹിൻഡൻ, അധംപൂർ, അമൃത്സർ, സർസാവ, ഉത്തർലായ്, അവന്തിപൂർ, അംബാല, കുളു, ലുധിയാന, കിഷൻഗഡ്, പട്യാല, ഷിംല, ഖഗ്ര, ദട്ടിൻഡ, ജയ്സാൽമീർ, ജോധ്പൂർ, ബിക്കാനീർ, ഹൽവാര, പഠാൻകോട്ട്, ലേ, ചണ്ഡീഗഡ്, നല്യ, തോയ്സ് എന്നിവയും മുംബൈ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയണിന് കീഴിലുള്ള മുദ്ര, ജാംനഗർ, രാജ്കോട്ട്, പോർബന്ദർ, കട്ല, കേഷോഡ്, ഭുജ് എന്നിവയാണ് തുറന്ന വിമാനത്താവളങ്ങൾ. അതേസമയം യാത്രക്കാർ നേരത്തെ എത്തണമെന്ന നിബന്ധനയ്ക്ക് മാറ്റമില്ല. ചെക്ക് ഇൻ ചെയ്യുന്നതിന് 3 മണിക്കൂർ മുൻപെങ്കിലും യാത്രക്കാർ എത്തണം. ചെക്ക് ഇൻ ഗേറ്റുകൾ 75 മിനിറ്റിന് മുമ്പേ അടയ്ക്കുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. അതിർത്തിയിലെ സംഘർഷം കുറഞ്ഞ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അതിനാൽ നിയന്ത്രണങ്ങളും അവസാനിക്കുകയാണ്. സമാധാനപരമായ രാത്രിക്ക് ശേഷം പഞ്ചാബിലെ പഠാൻകോട്ടിൽ ഇന്ന് വിപണിയടക്കം സജീവമായി. ആളുകളും വാഹനങ്ങളും നിരത്തിൽ കാണാം. രാജ്യാന്തര അതിർത്തിയോട് ചേർന്ന് ജമ്മു ആൻഡ് കാശ്മീരിലും മറ്റു പ്രദേശങ്ങളിലും ഇന്നലെ രാത്രി പൊതുവെ സമാധാനപരമായിരുന്നു. അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദിവസങ്ങൾക്ക് ശേഷമുള്ള ആദ്യ ശാന്തമായ രാത്രിയായിരുന്നു ഇതെന്നും ആർമി വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് ശേഷമുള്ള രണ്ടാമത്തെ രാത്രിയിൽ അതിർത്തി പൊതുവെ ശാന്തമായിരുന്നു. ജമ്മുവിലും കാശ്മീരിലും ഡ്രോണുകൾ കണ്ടെന്ന പ്രചാരണം തെറ്റെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. പാക് പ്രകോപനം കുറഞ്ഞെങ്കിലും അതിർത്തി സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. പാക് പ്രകോപനത്തിനിടെ കൂടുതൽ ഭീകരർ നുഴഞ്ഞു കയറിയെന്ന സംശയത്തിൽ മേഖലയിൽ വ്യാപക പരിശോധന സൈന്യം നടത്തിവരികയാണ്. അതേസമയം ഇന്ത്യ പാക് അതിർത്തിയിലെ കർതാർപൂർ ഇടനാഴി അടഞ്ഞുകിടക്കുകയാണ്. സിഖ് തീർത്ഥാടന കേന്ദ്രമായ ദർബാർ സാഹിബ് ഗുരുദ്വാരയിലേക്കുള്ള ഇന്ത്യ പാക് ഇടനാഴിയാണ് താൽക്കാലികമായി അടച്ചത്. ഇന്ത്യ പാക് സംഘർഷ സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിലാണ് കർതാർപൂർ ഇടനാഴി അടച്ചത്. പഞ്ചാബിലെ ഗുരുദാസ്പൂരിലെ ദേരാ ബാബ നാനാക്കിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ പാകിസ്ഥാനിലെ നരോവൽ ജില്ലയിലെ കർതാർപൂർ ഗുരുദ്വാര വരെയാണ് ഇടനാഴി. സിഖ് മതസ്ഥാപകൻ ഗുരുനാനാക്ക് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണിത്. പ്രതിദിനം 5000 ഇന്ത്യൻ ഭക്തർക്ക് വിസയില്ലാതെ അതിർത്തി കടന്ന് കർതാർപൂർ ഇടനാഴി വഴി പാകിസ്ഥാനിലെത്തി തീർത്ഥാടനം നടത്താൻ കഴിഞ്ഞിരുന്നു. അടച്ചുപൂട്ടൽ താൽക്കാലികമാണ്. എന്നാൽ എപ്പോൾ പുനരാരംഭിക്കുമെന്നതിൽ തീരുമാനമായിട്ടില്ല. സമാധാന പ്രഖ്യാപനത്തിന് ശേഷം കർതാർപൂർ ഇടനാഴിയും ഉടൻ തുറക്കുമെന്നാണ് തീർത്ഥാടകരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.